ഹലോ ഓൾ, നമ്മളിന്ന് സർവേയിങ് എന്ന സബ്ജക്റ്റാണ് നോക്കുന്നത്. സർവേയിങ് എന്ന് പറയുമ്പം സർവേക്ക് ഒരു ഡെഫിനേഷൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ, സർവേ എന്ന് പറയുമ്പം എർത്ത് സർഫസിലെ എർത്ത് സർഫസിലെ ഒരു ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് പൊസിഷൻ നമ്മൾ അവയുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, എലിവേഷൻസ്, ഡയറക്ഷൻസ്, ആംഗിൾസ് ഇവയെല്ലാം ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവയെല്ലാം മെഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സർവേയിങ് എന്ന് പറയുന്നത്. അതായത് എർത്തിൻ്റെ സർഫസിലുള്ള ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് പൊസിഷനാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിന് ചെയ്യാൻ വേണ്ടി നമ്മൾ മെഷറിങ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, എലിവേഷന്, ഡയറക്ഷൻസ് ആൻഡ് ആംഗിൾസ് ഇവയെല്ലാം മെഷർ ചെയ്തുകൊണ്ടാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് പൊസിഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് സർവേക്കുള്ള ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്ന നിലയിൽ പറയാനുള്ളത്. നമ്മൾ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ജിയോഡൽ ഷേപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ലേറ്റ് സ്ഫിറോയിഡൽ ഷേപ്പാണ് ആക്ച്വലി. മോസ്റ്റ് ഓഫ് ദി സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സിനകത്തും കൺസേൺസ് വിത്ത് എ സ്മോൾ പോർഷൻ ഓഫ് ദി എർത്തിൻ്റെ സ്മോൾ പോർഷൻ വെച്ചിട്ടാണ് നമ്മുടെ വർക്കുകളെല്ലാം നടക്കുന്നതുകൊണ്ട് നമ്മൾ മോസ്റ്റ് ഓഫ് ദി സിവിൽ എഞ്ചിനീയറിംഗ് വർക്കിലും നമ്മൾ എർത്തിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സർഫസ് എന്ന് പറഞ്ഞൊരു പ്ലെയിൻ സർഫസാറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എർത്തിൻ്റെ സർഫസ് നമ്മളൊരു പ്ലെയിൻ സർഫസാറാണ് മോസ്റ്റ് ഓഫ് ദി സിവിൽ എഞ്ചിനീയറിംഗ് വർക്കിലും നമ്മൾ ചെയ്യുന്നത്. ഏതൊക്കെ നമ്മളടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ പ്ലെയിൻ സർവേ എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ജിയോഡൽ സർവേ എങ്ങനെ എടുക്കാം, അത് എന്തിൻ്റെ ബേസിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരും സ്ലൈഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് എന്ന് പറയുമ്പം രണ്ട് പോയിൻറ്റുകളാണ് അതിലുള്ളത്. അതായത് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് ആൻഡ് ടു ലൊക്കേറ്റ് ദി പൊസിഷൻ ഓഫ് എ പോയിൻറ്റ് ബൈ മെഷർമെൻറ്റ് ഫ്രം ടു റെഫറൻസ് പോയിൻറ്റ്സ്. വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറഞ്ഞാൽ ഹോൾ എന്ന ഏരിയയിൽ നിന്ന് നമ്മളൊരു പാർട്ട് ടു പാർട്ടായിട്ട് മാറുന്നു. നെക്സ്റ്റ് വൺ, രണ്ട് റെഫറൻസ് പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ അടുത്ത ഒരു പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് അതിൽ നടക്കുന്നത്. നമ്മളിത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ, വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ കാണുന്നത് നമുക്ക് സർവേ ചെയ്യേണ്ട ഹോൾ ഏരിയ ആണ് കാണപ്പെടുന്നത്. ഈ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന പ്രോസസ്സിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു കൺട്രോൾ പോയിൻറ്റ്സ് ഈ ഹോൾ ഏരിയയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതായത് ദി പോയിൻറ്റ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ് കവറിങ് ദി ഹോൾ ഏരിയ ഫസ്റ്റ് എ സിസ്റ്റം ഓഫ് കൺട്രോൾ പോയിൻറ്റ്സ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് കവറിങ് ദി ഹോൾ ഏരിയ. അതായത് ഈ ഹോൾ ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു സിസ്റ്റം ഓഫ് കൺട്രോൾ പോയിൻറ്റ്സ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഈ കാണപ്പെടുന്നതൊക്കെയാണ് കൺട്രോൾ പോയിൻറ്റ്സ്. ഈ കൺട്രോൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേഷൻ ഹാവിങ് നോൺ എലിവേഷൻ ആണ്. കൺട്രോൾ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേഷൻസ് ഹാവിങ് നോൺ പൊസിഷൻ. അതായത് ഇവയെല്ലാം നമുക്ക് ആ പൊസിഷൻ്റെ എലിവേഷൻ കാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനത്തെയുള്ള സ്റ്റേഷൻസാണ്, ആ പൊസിഷൻ അറിയപ്പെടുന്ന സ്റ്റേഷൻസാണ്. ഇവയെല്ലാം സ്റ്റേഷൻസാണ്. ഈ സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കറിയാം. അങ്ങനെയുള്ള കൺട്രോൾ പോയിൻറ്റ്സ് നമ്മൾ ഹോൾ ഏരിയയിൽ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അത് ഉപയോഗിച്ച് നമ്മൾ അതിനുള്ളിലെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അത് റെഫർ ചെയ്തുകൊണ്ട് നമ്മുടെ കൺട്രോൾ പോയിൻറ്റ്സ് റെഫർ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ടിൽ നടക്കുന്നത്. അതായത് ഇപ്പോൾ പർപ്പസ് ഓഫ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത്, അത് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് വി ക്യാൻ ലോക്കലൈസ് ദി എറേഴ്സ് നമുക്ക് ലോക്കലൈസ് ചെയ്യിക്കാൻ കഴിയും. ആൻഡ് ടു കൺട്രോൾ ദി അക്യുമുലേഷൻ ഓഫ് എററിൻ്റെ അക്യുമുലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അതർവൈസ് ഇറ്റ് വുഡ് എക്സ്പാൻഡ് ടു ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ്സ് ഇഫ് ദി റിവേഴ്സ് പ്രോസസ് ഈസ് ഫോളോഡ്, ദസ് മേക്കിംഗ് ദി വർക്ക് അൺകൺട്രോൾഡ് അറ്റ് ദി എൻഡ്. അതായത് നമ്മൾ ഹോൾ ടു പാർട്ട് അല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? എറേഴ്സ് വളരെയധികം കൂടുകയും നമുക്ക് അവസാനം വർക്ക് ഒരു മൊത്തത്തിൽ തെറ്റാവുന്ന രീതിയിലേക്ക് സർവേ പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എറേഴ്സ് ഇപ്പം വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് തെറ്റിയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ പറ്റും. കൂടാതെ എററിൻ്റെ അക്യുമുലേഷൻ തടയാനും സാധിക്കും. ഇനി ലൊക്കേഷൻ ഓഫ് എ പോയിൻറ്റ് ബൈ സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് എ പോയിൻറ്റ് ബൈ മെഷർമെൻറ്റ് ഫ്രം
2 പോയിൻറ്റ്സ് ഓഫ് റെഫറൻസ്. അതായത് 2 പോയിൻ്റ് ഓഫ് റെഫറൻസ് ഉപയോഗിച്ച് നമ്മൾ അടുത്തൊരു പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്. ഇനി നമ്മൾ ലൊക്കേഷൻ ഓഫ് എ പോയിൻ്റ് ബൈ മെഷർമെൻറ്റ് ഫ്രം 2 പോയിൻറ്റ്സ് ഓഫ് റെഫറൻസ്, അതായത് സെക്കൻഡ് പ്രിൻസിപ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് 2 പോയിൻ്റ് ഓഫ് റെഫറൻസസ് ഉപയോഗിച്ച് അടുത്ത പോയിൻ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ഇമേജിൽ കാണാം ഈ ഒരു ഓരോ ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരു ട്രയാങ്കിൾ പി ക്യു ആർ എന്നാണ്, ഇതിനകത്ത് 6 നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. 6 ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യു ആറും പി ആറും ഡിസ്റ്റൻസ് നമുക്കറിയാമെങ്കിൽ നമുക്ക് ഒരു ആർക്ക് വരച്ച് നമുക്ക് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാം അതുവഴി. പിന്നെ നെക്സ്റ്റ് നമുക്ക് പി എസ് എ ആറിൽ നിന്നും പി ക്യൂയിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ബൈ നോയിങ് പി എസ് ആൻഡ് എസ് ആർ നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ആറിന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് പി ക്യു അതിൻ്റെ ആംഗിൾ പി ക്യു ആർ നമുക്ക് ഉപയോഗിച്ച് ആർ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. പി ക്യു ഡിസ്റ്റൻസും പി ക്യു ആർ ആംഗിളും ഇവിടെ വരുമ്പോൾ എന്താണ് ആംഗിൾ ആർ പി ക്യൂവും ആംഗിൾ പി ക്യു ആറും ഉപയോഗിച്ച് നമുക്ക് ആർ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ വരുമ്പോൾ നമുക്ക് ആംഗിൾ പി ക്യു ആറും ക്യു ആർ ഡിസ്റ്റൻസും ഉപയോഗിച്ച് നമുക്ക് ആർ എന്ന പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ബേസ്ഡ് അപ്പോൺ ദി കൺസിഡറേഷൻ ഓഫ് ദി ഷേപ്പ് ഓഫ് ദി എർത്ത്, സർവേയിങ് ഈസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു ടൈപ്സ്. അതായത് ഷേപ്പ് ഓഫ് ദി എർത്തിൻ്റെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, എർത്തിൻ്റെ ഷേപ്പിനെ കൺസിഡർ ചെയ്യുന്ന വെച്ചിട്ട്, അതായത് 2 സർവേയിങ് ഉണ്ട് നമുക്കിവിടെ, ജിയോഡറ്റിക് സർവേ ഉണ്ട്, പ്ലെയിൻ സർവേയിങ് ഉണ്ട്. ഈ സർവേയിങ്ങിൽ ഇവ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ എർത്തിൻ്റെ ഷേപ്പ് ഇവയുടെ സർവേയിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ വെച്ചിട്ടാണ്. അതായത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, പ്ലെയിൻ സർവേ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദി മീൻ സർഫസ് ഓഫ് ദി mean shape of the earth is the mean surface of the earth is considered to be a plane surface. അതായത് എർത്തിൻ്റെ യഥാർത്ഥമായ ഷേപ്പ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് എർത്തിൻ്റെ സർഫസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പ്ലെയിൻ സർഫസാണ് ഇവിടെ കണക്കാക്കുന്നത്. അതായത് ദി കർവേച്ചർ ഓഫ് ദി എർത്ത് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. കർവേച്ചർ ഓഫ് ദി എർത്ത് നമ്മളിവിടെ നമ്മൾ എടുക്കുന്നില്ല. ഇതിൻ്റെ അതായത് പ്ലെയിൻ സർവേ നമ്മൾ പ്രധാനമായിട്ടും വളരെ ചെറിയ ഏരിയയിലുള്ള സർവേയിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ലെസ് ദാൻ 200 സ്ക്വയർ കിലോമീറ്റർ, 200 സ്ക്വയർ കിലോമീറ്റർ താഴെയുള്ള സർവേയിങ്ങിലാണ് നമ്മൾ പ്ലെയിൻ സർവേയിങ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പി എസ് സിയിൽ ധാരാളമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഒരു ഏരിയ തന്നിട്ട് ഇതിനകത്ത് ഏത് സർവേയിങ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ ജിയോഡറ്റിക് സർവേയും പ്ലെയിൻ സർവേയും തന്നിട്ട് പ്ലെയിൻ സർവേ അല്ലെങ്കിൽ ജിയോഡറ്റിക് സർവേ തന്നിട്ട് ഏത് ഏരിയയിലായിരിക്കും കുറച്ച് വാല്യൂസ് തരും, ഇത്ര ഏരിയ കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ ഇവ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓൾ ഡിസ്റ്റൻസസ് ആൻഡ് ഡയറക്ഷൻസ് ആർ ഹൊറിസോണ്ടൽ ആൻഡ് ഓൾ ആംഗിൾസ് ആർ പ്ലെയിൻ ആംഗിൾ. എല്ലാ ഡിസ്റ്റൻസുകളും ഹൊറിസോണ്ടലാണ്, എല്ലാ ഡിസ്റ്റൻസുകളും ഡയറക്ഷൻസും എല്ലാം ഹൊറിസോണ്ടലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് പ്ലെയിൻ സർവേ ആണല്ലോ, പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആണല്ലോ, അപ്പോൾ എല്ലാം ഹൊറിസോണ്ടൽ ആയിരിക്കുമല്ലോ. എല്ലാ ആംഗിൾസും പ്ലെയിൻ ആംഗിൾസും ആയിരിക്കും. ജിയോഡറ്റിക് സർവേയിലേക്ക് വരുമ്പം, ജിയോഡറ്റിക് സർവേനകത്ത് പ്ലെയിൻ സർവേനകത്ത് നമ്മൾ എർത്തിൻ്റെ ഷേപ്പ്, സീറോയുടെ ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പ്ലെയിൻ സർവേനകത്ത്, ജിയോഡറ്റിക് സർവേനകത്ത് ദി കർവേച്ചർ ഓഫ് ദി എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. എർത്തിൻ്റെ കർവേച്ചർ നമ്മളിവിടെ കണക്കാക്കുന്നുണ്ട്. ദി ട്രൂ ഷേപ്പ് ഓഫ് ദി എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ആൻഡ് ഇതിനെ നമുക്ക് ട്രിഗ്നോമെട്രിക് സർവേ എന്നും പറയാം. ജിയോഡറ്റിക് സർവേൻ്റെ തന്നെ നമുക്ക് ട്രിഗ്നോമെട്രിക് സർവേ എന്നും പറയാം. ഹൈലി പ്രിസൈസ് വർക്ക് ആൻഡ് ഈസ് അഡോപ്റ്റഡ് ഫോർ സർവേയിങ് ഓഫ് ലാർജ് ഏരിയ. അതായത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള വർക്കുകളിലും ലാർജ് ഏരിയ സർവേയിങ്ങിനുമാണ് നമ്മൾ പ്രധാനമായിട്ടും ജിയോഡറ്റിക് സർവേ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്? ലാർജ് ഏരിയ ഓഫ് വർക്കിലും ഹൈലി പ്രിസൈസ് ആയിട്ടുള്ള വർക്കിലും. നമ്മൾ മുമ്പേ പറഞ്ഞു പ്ലെയിൻ സർവേക്കകത്ത് എല്ലാ ആംഗിൾസും
പ്ലെയിൻ ആംഗിൾസ് ആയിരിക്കും. എന്ന് പറയുന്ന പോലെ തന്നെ ദി ട്രയാങ്കിൾ കണക്റ്റിംഗ് ബിറ്റ്വീൻ 3 പോയിൻറ്റ്സ് ഇൻ എർത്ത് സർഫസ്. എർത്ത് സർഫസിലെ ജിയോളജിക്കൽ സർവേക്കകത്ത് അല്ലെങ്കിൽ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്തിട്ടുള്ള സർവേക്കകത്ത് 3 പോയിൻറ്റുകൾക്കുള്ളിൽ ഇൻ ബിറ്റ്വീൻ 3 പോയിൻറ്റ്സിൽ നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ട്രയാങ്കിൾ ആയിരിക്കും. ദി ട്രയാങ്കിൾ കണക്റ്റിംഗ് ബിറ്റ്വീൻ 3 പോയിൻറ്റ്സ് ഇൻ എർത്ത് സർഫസ് എന്ന് പറയുന്നത് സ്ഫെറിക്കലായിട്ടുള്ള ട്രയാങ്കിൾ ആയിരിക്കും. കൂടാതെ ലൈൻ കണക്റ്റിംഗ് ബിറ്റ്വീൻ 2 പോയിൻറ്റ് ഇൻ ദി എർത്ത് സർഫസ് ഈസ് എ കർവ്ഡ് ലൈൻ. അതായത് എർത്ത് സർഫസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ്. അവിടെ എടുക്കുന്ന 2 പോയിൻറ്റുകൾ എന്ന് പറയുന്നത് 2 പോയിൻറ്റുകൾ കണക്ട് ചെയ്തിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് കർവ്ഡ് ലൈനാണെന്നാണ് പറയുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ലൈൻ ആയിരിക്കുമെന്നാണ് ജിയോളജിക്കൽ സർവേനകത്ത് പറയുന്നത്. ഇനിയും നേച്ചർ ഓഫ് ദി ഫീൽഡ് അവയെ ബേസ് ചെയ്ത് അത് എവിടെ സർവേ നടത്തുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ലാൻഡ് സർവേ എന്നും മറൈൻ സർവേ അല്ലെങ്കിൽ നാവിഗേഷൻ സർവേ എന്നും ആസ്ട്രോണോമിക്കൽ സർവേ എന്നും നമുക്ക് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ലാൻഡ്, കര, ഇതെന്ന് പറയുന്നത് എന്താണ്, വെള്ളത്തിലുള്ളതാണ്. ഇതെന്ന് പറഞ്ഞത് ആകാശത്തുള്ള. ആ രീതിയിൽ നമ്മൾ പറയാം ലാൻഡ് സർവേ, മറൈൻ ഓർ നാവിഗേഷൻ സർവേ, ആസ്ട്രോണോമിക്കൽ സർവേ. നെക്സ്റ്റ് വൺ, ബേസ്ഡ് അപ്പോൺ ദി ഒബ്ജക്റ്റ് ഓഫ് ദി സർവേ. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ സർവേ നടത്തുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് 4 നമുക്ക് സർവേ തരംതിരിക്കാം. ഒന്ന് ആർക്കിയോളജിക്കൽ സർവേ എന്ന് തിരിക്കാം, ജിയോളജിക്കൽ സർവേ എന്ന് തിരിക്കാം, മൈൻ സർവേ എന്ന് തിരിക്കാം, മിലിറ്ററി സർവേ എന്ന് തിരിക്കാം. ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത് എന്താണ്, ആർക്കിയോളജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവേക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ ഒബ്ജക്റ്റ്. ജിയോളജിക്കൽ സർവേയിലോട്ട് പോയാലോ, ജിയോളജിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ പലതരത്തിലുള്ള സ്ട്രാറ്റ അവയെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന സർവേയിങ് ആണ് ജിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത്. മൈൻ സർവേയിലേക്ക് പോയാലോ, മൈൻ സർവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വർണം, കൽക്കരി, ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുള്ള, അത് നമ്മുടെ മിനറൽസ് വെൽത്ത് ഇതിനെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുള്ള സർവേയാണ് മൈൻ സർവേ എന്ന് പറഞ്ഞാൽ. മിലിറ്ററി സർവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള. ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രുമെൻ്റ് അനുസരിച്ച് നമുക്ക് ചെയിൻ സർവേ എന്നും, കോമ്പസ് സർവേ എന്നും, പ്ലെയിൻ ടേബിൾ സർവേ എന്നും, തിയോഡലൈറ്റ് സർവേ എന്നും, ടക്യോമെട്രിക് സർവേ എന്നും, ടോട്ടൽ സ്റ്റേഷൻ സർവേ എന്നും, ഫോട്ടോഗ്രാഫിക് സർവേ എന്നും, ഏരിയൽ സർവേ എന്നും അങ്ങനെ തിരിക്കാം. ലാൻഡ് സർവേ ഞാൻ പറഞ്ഞു ഏത് ഫീൽഡ്, നേച്ചർ ഓഫ് ഫീൽഡിനനുസരിച്ച് നമ്മൾ ലാൻഡ് സർവേ എന്നും, മെറൈൻ സർവേ എന്നും, ആസ്ട്രോണോമിക്കൽ സർവേ എന്നും തരംതിരിച്ചു. അത് ലാൻഡ് സർവേ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യുകയാണ്. ടോപ്പോഗ്രഫിക്കൽ സർവേ എന്നും, കഡസ്ട്രൽ സർവേ എന്നും, സിറ്റി സർവേ എന്നും, എഞ്ചിനീയറിംഗ് സർവേ എന്നും, അങ്ങനെ 4 വിധത്തിൽ നമ്മൾ തരംതിരിക്കുന്നു ലാൻഡ് സർവേ. നമുക്ക് ഇവയെ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ടോപ്പോഗ്രഫിക്കൽ സർവേയിലേക്ക് വരുമ്പം ടോപ്പോഗ്രഫിക്കൽ സർവേയിലേക്ക് നമ്മൾ വരുമ്പോൾ ടോപ്പോഗ്രഫിക്കൽ സർവേയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ആൻഡ് നാച്ചുറൽ ഫീച്ചേഴ്സാണ് നമ്മളിവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദേ ആർ ക്യാരിഡ് ഔട്ട് ടു ഡിറ്റർമൈൻ ദി പൊസിഷൻസ് ഓഫ് നാച്ചുറൽ ഫീച്ചേഴ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ്. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, നാച്ചുറൽ ഫീച്ചേഴ്സായ റിവേഴ്സ്, സ്ട്രീംസ്, ഹിൽസ് ഇവയൊക്കെയാണ് നാച്ചുറൽ ഫീച്ചേഴ്സിൽ വരുന്നത്. അവയുടെ എല്ലാം പൊസിഷൻ ഡിറ്റർമിനിങ് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സായ റോഡ്, കനാൽസ് അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സിൻ്റെ പൊസിഷൻ ഡിറ്റർമിനിങ്ങുമാണ് നടക്കുന്നത്. ദി പർപ്പസ് ഓഫ് സച്ച് സർവേ ഈസ് ടു പ്രിപ്പയർ മാപ്സ് ആൻഡ് സച്ച് മാപ്സ് ഓഫ് ആർക്ക് കോൾഡ് ടോപ്പോ ഷീറ്റ്സ്. അതായത് മാപ്പ് പ്രിപ്പയർ ചെയ്യുകയാണ് ഈ ടോപ്പോഗ്രഫിക്കൽ സർവേയുടെ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന മാപ്പിനെ നമുക്ക് ടോപ്പോ ഷീറ്റ്സ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ, കഡസ്ട്രൽ സർവേ. കഡസ്ട്രൽ സർവേ എന്ന് പറയുമ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കഡസ്ട്രൽ രജിസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ അതിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട രജിസ്റ്ററാണ് ആക്ച്വലി ഇത്. കഡസ്ട്രൽ സർവേ എന്ന് പറഞ്ഞാൽ ഈ ബേസിക്കലി പ്രോപ്പർട്ടി ബൗണ്ടറി സർവേ, പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി സർവേ ആണ് ഇവിടെ നടക്കുന്നത്. ദേ ആർ പ്രൈമർലി ക്യാരിഡ് ഔട്ട് ഫോർ ലീഗൽ പർപ്പസസ് സോ ആസ് ടു ആക്യുറേറ്റ്ലി എസ്റ്റാബ്ലിഷ് ലാൻഡ് ഓണർഷിപ്പ് ബൗണ്ടറീസ് ആൻഡ് യൂസേജ്. അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശമൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിരുണ്ടെങ്കിൽ അതിൻ്റെ സർവേയിങ് നടന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത് കഡസ്ട്രൽ സർവേക്കകത്ത്. കഡസ്ട്രൽ സർവേ ഷോസ് ദി ബൗണ്ടറീസ് ഓഫ് പ്രോപ്പർട്ടീസ് ബിറ്റ്വീൻ നെയ്ബേഴ്സ് തമ്മിലുള്ള പ്രോപ്പർട്ടീസിൻ്റെ ബൗണ്ടറീസാണ് കഡസ്ട്രൽ സർവേയിൽ നമുക്ക് ലഭ്യമാകുന്നത്. ആൻഡ് കൺസ്ട്രക്ഷൻസ്, സ്ട്രീറ്റ്സ്, വാട്ടർ സപ്ലൈ സിസ്റ്റംസ് ആൻഡ് സീവേഴ്സ്. ഇത് വാട്ടർ സപ്ലൈ എന്നാണ് എഴുതിയിരിക്കുന്നത്. ടൈപ്പിംഗ് വന്നപ്പം
മിസ്റ്റേക്ക് വന്നതാണ്. ഫോർ ലേയിങ് ഔട്ട്, അതായത് സ്ട്രീറ്റ്, വാട്ടർ സിസ്റ്റംസ്, സീവേഴ്സ്, ഇവയുടെ എല്ലാം നിർമ്മാണത്തിന് നമുക്ക് സർവേ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള സർവേയിങ് ആണ് സിറ്റി സർവേയിൽ നടക്കുന്നത്.